പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളെ അധികമായി സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ നമ്മളെ കൊണ്ട് നടക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിനോടൊപ്പം നാം നടന്നാൽ നമ്മൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മൾ സമാധാനത്തിൽ എല്ലാവരോടും വർദ്ധിക്കുന്നതിന് വേണ്ടി തന്നെ. പല കാര്യങ്ങളിൽ നമ്മൾ ആകുലതയോടെ വ്യാപരിക്കുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുക, നമ്മൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ദൈവം കാരുണ്യവാനും ദയാലുവും തന്നെ. ദൈവത്തിന് നമുക്ക് ചെയ്തു തരുവാൻ സാധിക്കാത്ത ഒന്നുമില്ല. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നല്ലതാണോ അതോ സ്വാർത്ഥപരമാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തെയും മനുഷ്യരെയും ആത്മാർത്ഥമായി സ്നേഹിക്കാം. മനസ്സിൽ വഞ്ചനയും പുറമേ സ്നേഹവും പ്രകടിപ്പിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളതല്ല. ഇത് അനേകരിൽ കണ്ടുവരുന്നു. മറ്റുള്ളവരെ മനസ്സിലാക്കാം, അവരോട് ക്ഷമിക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നന്മയെ വരികയുള്ളൂ. ക്ഷമയുടെ മേഖല വളരെ പ്രാധാന്യപ്പെട്ടതാണ്. നമ്മുടെ വീഴ്ചകളെയും ഓർക്കാം. അതിൽ നിന്നെല്ലാം ദൈവം നമ്മെ കരം പിടിച്ചു ഉയർത്തിയല്ലോ. ദൈവം നമ്മോട് കാണിച്ച കരുണ നമുക്ക് മറ്റുള്ളവരോടും കാണിക്കാം. ഭൂമിയെ നമുക്ക് സ്വർഗം ആക്കി മാറ്റാം. ദൈവം നമ്മോട് വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും ജീവിതവും കുടുംബവും ലോകവും സ്വർഗമായി മാറുന്നു. സ്വർഗീയ സന്തോഷവും സമാധാനവും നമ്മൾക്കുണ്ടാകുകയും ചെയ്യും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.